സോ ഹലോ ഗായ്സ്, പുത്തനൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വെച്ചാണ് എൻഡ് ചെയ്തത്. ഇപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ രണ്ടെണ്ണമായിരുന്നെന്ന് തോന്നുന്നു. അല്ല, ഇതിൻ്റെ തന്നെ വേറൊരു നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു എന്തോ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് പക്ഷേ ആദ്യത്തെ രണ്ടെണ്ണം അങ്ങനെയായിരുന്നു. അത് ചുമ്മാ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ കിട്ടുമല്ലോ. ഇതിപ്പം ശരിയാടാ, ചുമ്മാ ഗസ്സിങ് ആയിരുന്നു, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടോ, ഇത് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ ക്ലൂ വേറെ ഏതൊരു സ്ഥലത്തുണ്ട്. ഇപ്പോൾ എന്തോ അവിടെ ഉണ്ട് ബ്രോ. ഈ ഒരു ഇത് കാരണം എനിക്ക് പേടിയാവും ബ്രോ. what the fuck is that? എടാ, അവരവിടെ പെട്ടുപോടാ പാവം ബ്രോ. നീ ചാവൂ എടാ, ഒരു പിടിക്കുക എത്തടാ. സൊമ്പികളൊക്കെ 6 പിടിക്കുക ശരിക്കും ചാവുന്നേ. കൊള്ളാം പൊളി സാധനം. നമ്മളിപ്പം ഫക്ക് ഈസ് ദാറ്റ്, മറ്റേ ഇലക്ട്രിസിറ്റി എന്തോ ഓണാക്കി അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോഴത്തേക്ക് നേരത്തെ കണ്ട എപ്പിസോഡിനകത്ത് കേജിനകത്തിരുന്ന ഈ പട്ടികളെല്ലാം റിലീസായി. ഓ ചാവ്, മറ്റവൻ ഒരു പിടിക്ക് ചത്ത്. അതൊക്കെ എന്നെ ഇനി ഞാൻ ഫാസ്റ്റ് അവൻ. അപ്പം ഇവൻ്റെയൊക്കെ ബോസ് മോൺസ്റ്റർ വേഷം വരുവാണ് സീനായിരിക്കും. ഒരു സെർബറസ് പോലത്തെ 4-5 തലയും. ഉയ്യോ വയ്യ, ഓർക്കാൻ വയ്യ. എൻ്റെ ബുള്ളറ്റ് എല്ലാം വെറുകുമാർ. ബ്രോ, എന്താണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ? ഈ പാസേജ് വഴി അവന്മാർ വരുന്നത് എല്ലാം ബ്ലോക്ക് ചെയ്യാനുണ്ടോ? ആ തടി പോലത്തെ സംഭവം, തടി ഉണ്ടാകുന്ന അവിടെ കെട്ടി വെക്കായിരുന്നു. എന്താണ് ബ്രോ? എനിക്ക് വഴി മറന്നിരിക്കുന്നത്. അവൻ ഇപ്പോഴാണ് കൊന്നാൽ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ വരും നമ്മുടെ കീഴേ. പേടിയാവുന്നേ, ഏത് സൈഡിൽ നിന്നാണ് വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പോകാണ്ട്. കഴിഞ്ഞാണ് ഇങ്ങോട്ട് കയറിയ. ബ്രോ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എത്ര വെടിയാണ് ഇവന്? 4 വെടിയല്ലേ വേണ്ടേ? 2 ഉണ്ടോ? 3 2 കയറി. സൊബി 6 വെടി. ചിലപ്പോൾ സൊബികൾ 3 വെടിക്കൊക്കെ ചാവും. അത് നേരത്തെ അവന്മാരുടെ ഡാമേജ് ആണ്. എന്തിടാ എൻ്റെ ഒരു വെടി പോയാ ലോക്കെ കൊണ്ട് ദേഷ്യം വരുന്നു. പിന്നെയും വെടി പോയി. 4, 5, 6 വെടി പൊളിത്താൻ. ഹെഡ് ഷോട്ട് കിട്ടിയാൽ ഇവന്മാരുടെ ഹെഡ് ഭയങ്കര ചെറുതായതുകൊണ്ടോ കിട്ടാൻ പാടും. ഒന്നാമത് ഇതിൻ്റെ എ ബട്ടൺ അറിയാലോ. മിനിമം ഒരു 3 സെക്കൻഡ് നമ്മളും ആ എനിമി അനങ്ങാതിരുന്ന ലോക്കാവും. തന്നെ ഇത് ഒരു സാൻഡ് ബാഗോ. ഫക്ക് ബ്രോ, എന്തൊക്കെ വെച്ച് കേൾക്കുന്നു. അയ്യേ ബ്രോ, എനിക്ക് തോന്നി ഇവന്മാരാണ് ബ്രോ. എനിക്ക് വയ്യ ഇവന്മാരെ. ഓട്. അവന്മാർ പോയോ? നമ്മളെ പുറകെ വരുന്നില്ല. ഈ കൂട്ടിയിൽ നിന്ന് അവന്മാരെ എസ്കേപ്പ് ആയേ. നമ്മൾ വരുമ്പോഴേ ഈ കൂട്ടിയിൽ നിന്ന് അവന്മാരെ കൊന്നു വിട്ടാൽ മതിയായിരുന്നു. ഉണ്ടോ ഇനി? വരുന്നു. തുറക്കും ബാ. പൊളി. റെക്കോർഡിങ്ങിലിപ്പം 30 FPS കിടക്കുന്നത്. 60 FPS ഇട്ട് എൻ്റെ ഗെയിമിൽ ലാഗാവും. ചിലപ്പോൾ വീഡിയോയും നല്ലത് കിട്ടത്തില്ല. കാരണം നിങ്ങൾ എന്നോട് ക്ഷമിക്കുമായിരിക്കും. ഇത്ര പെട്ടെന്നോളം എൻ്റെ ഡിവൈസ് കേപ്പബിലിറ്റി ഇത്രേ ഉള്ളൂ. ചാവു ബ്രോ. ഓപ്പൺ എല്ലാം ഉണ്ടോ? ഡോറാണ്ടിനൊക്കെ തീർച്ചയായിട്ട് തന്നെ. ഓക്കെ, പെട്ടി മാത്രമായിട്ട് കിട്ടും നമുക്ക്. there is something inside തോന്നി. സ്പേസ് എന്താണ് ഇതിനകത്ത്? വെൽ വോൺ കീ. എനിക്ക് ഈ അവിടെ കൊണ്ട് വെക്കണോ? സ്ഥലവും ഇല്ല. ആ സാധനം പിടിച്ച് യൂസ് ചെയ്യണം, അല്ല കമ്പൈൻ ചെയ്യണം. റക്കൂൺ സിറ്റി. റക്കൂൺ സിറ്റി ഓർമ്മയുണ്ടോ? അതൊക്കെ ഒരു കാലം. ഡയമണ്ട് കീ
എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഹെർബിനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഒരു താക്കോല് ഹെർബിനെ തന്നെ. what the fuck ബ്രോ? എന്തോ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ട്. റോൾ ഫിലിം ഇതിനകത്തുനിന്ന് നമ്മൾ മറ്റേ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കും. അപ്പോഴത്തേക്ക് നമുക്ക് പാസ്വേഡ് കിട്ടും. എന്നാ എനിക്കൊരു പൗച്ചും കൂടി വേണം. അപ്പോൾ 2 സ്റ്റോറേജ് എക്സ്ട്രാ കിട്ടുമല്ലോ. ഉണ്ട് ഇതിനകത്ത്. ഇനി ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസിസ് ചിലതുണ്ട്. മറ്റേ നമ്മളെ ടോക്സിനിൽ നിന്ന് മാത്രമേ പ്രൊട്ടക്റ്റ് ചെയ്യത്തുള്ളൂ. ലൈഫ് ഒരു തുള്ളി പോലും കൂട്ടത്തില്ല. പക്ഷേ ഇതിനകത്ത് എനിമികൾ ഇനി പോയിസൺ യൂസേഴ്സിന് വരുമായിരിക്കില്ലേ? പോയിസൺ ആരായിരുന്നുള്ളേ? പോയിസൺ ഇതുവരെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇനി ഇൻ ഫ്യൂച്ചർ ഒരു പോയിസൺ യൂസർ വരും. അപ്പോൾ നമുക്ക് പോയിസൺ അടിക്കുവാണെങ്കിൽ നേരെ ആ റെഡ് ഹെർബ് അല്ല മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ സംഭവം നമ്മൾ ഇവൻ കഴിക്കുവാണോ എന്നാ തേക്കുവാണോ ദേഷ്യം വരുമാര് ചാവത്തുമില്ല. എന്താണ് ബ്രോ അമാർ ഇത്രയും കൂടി കഴിഞ്ഞാൽ ഡോറ് പൊട്ടിച്ച് വരും. അമാരെ കൊല്ലണേ. അത് കാലേ വെടിവെച്ചാലോ എയിം കിട്ടുന്നില്ല. പക്ഷെ കണ്ടോ അതിൻ്റെ ആ എയിം ബട്ടൺ എത്ര വലുത്. ഒരു ചെറിയ കാലിൻ്റെ 1 2 3 ഓക്കെ. എന്താണ് ഇവിടെ ബ്രോ? ഇതിനായിരുന്നു എന്നെ ഇവിടം വരെ കൊണ്ടുവന്നേ. ദിസ് ഈസ് റോങ്. ഓ ആമോ ചെയ്യാം. ഷോർട്ട് ഗൺ ഷെൽസ് 4 കിട്ടിയടാ. കുറേ ദിവസം അല്ല കുറേ നാൾ കഴിഞ്ഞ് ഒരു ഷെല്ല് കിട്ടുന്നത്. നേരത്തെ ഞാൻ ഉണ്ടാക്കി മരിക്കുമായിരുന്നു. ഇതേലും ഒരു സാധനം യൂസ് ചെയ്യണം എന്നാലേ പറ്റത്തുള്ളൂ. കമ്പൈൻ ചെയ്ത് അതിനകത്ത് വെക്കല്ലേ. ഒച്ച വരുന്നു. എനിക്ക് പോകണ്ടേ. പേടിയാവും ഇങ്ങനെ ഒച്ച വരുമ്പോൾ. ഇത് രാത്രിയിലാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് രാവിലെ സമയം കിട്ടാറില്ല. പിന്നെ വൈകുന്നേരം വന്നാലും അല്ല ഇപ്പം ഞാൻ 6 മണിക്ക് തുടങ്ങിയാലും ഒരു കൂടി വന്ന് 7 7:30 വരെ പോകത്തുള്ളൂ. പിന്നെ സമയം കിട്ടുന്നത് എനിക്ക് 9:30 തൊട്ട് 12:30 വരെ ചുമ്മാ കിടക്കും. അപ്പോഴത്തേക്ക് തിരുന്ന് കളിക്കും. 12:30 വരെ ഞാൻ ഫുൾ ടൈമും കളിക്കത്തില്ല. മീൻസ് 12:30 വരെ മിനിമം. ചിലപ്പോൾ 1:30 2:30 അങ്ങനെയൊക്കെ പോവും. ഗെയിം അത്രയ്ക്ക് ത്രില്ലിങ് ആണ്. ഇത് ചിലപ്പോൾ മടുക്കുമെന്ന് പസിൽ കാരണം. ഇപ്പം ഞാൻ നിർത്തിയിട്ടേച്ചും പോവും. ഫക്കോ ഇവിടെ ആ തടി കൊണ്ട് വെക്കണ്ട. ഇപ്പം അല്ലെ സോംബികളെല്ലാം അരച്ച് കയറി വരും എന്ന് പറഞ്ഞ് ദേഷ്യം വരുമെന്നേ. കടിക്കും, പണ്ടാരം വളക്കും. അടുത്ത ഹെർബ് കിട്ടിയേ. സേവ് ചെയ്തേക്കാം. എനിക്ക് ഒന്നും കൂടി ചാവുകയാണേ. എനിക്ക് ഓർക്കാൻ വയ്യ. എല്ലാം ആയും തൊട്ട് ഓട്ടോ സേവ് ഉണ്ട്. എന്നാലും പണി തന്നാലും ഇപ്പോഴാ എവിടുന്നാ പണി. ഇതിൻ്റെ മെയിൻ ഇതാന്നേ. നമ്മൾ ചാവുകയാണെങ്കിൽ ആയും തൊട്ട് മീൻസ് ഒരു ചെക്ക് പോയിൻ്റ് പോലത്തെ ഒരു സ്ഥലം കാണും. എന്നാലും നമ്മളങ്ങനെ അത്രയും ചെയ്തിട്ട് പെട്ടെന്ന് ചാവുമ്പോൾ അത് ഈ ഉണക്ക സൊമ്പികളുടെയും തന്നെയാണ് ചാവുന്നത്. വുഡൻ ബോർഡല്ല അവിടെ കൊണ്ടുവെക്കാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഒന്നും ഇല്ലേ? ആ 3 ജനല്. അയ്യോ കുടിക്കോ. ലിയോണാണേ അവൻ്റെ വയറെ പിടിച്ചോണ്ട് ഓടുന്നത്. മീൻസ് അവൻ ഒന്നാമത് ഇപ്പോൾ കുറേ ഫെറ്റീഗ് ഉണ്ട്. തന്നെ ഇവിടെ ഞാൻ ലോക്കർ തുറന്നില്ലായിരുന്നു. പിന്നെ ഇതും അതും കൂടി ഫ്യൂസ് ചെയ്ത് നമുക്ക് ഷോർട്ട് ഗൺ ഷെൽസ് ഉണ്ടാക്കാം. പക്ഷെ ഉണ്ടാക്കുന്നില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ ഞാനത് വെറുതെ വേസ്റ്റ് ആക്കും. പിന്നെ ഇൻ ഫ്യൂച്ചറിൽ ഒരു യൂസ് വന്നാൽ കിട്ടത്തില്ല. ഇതിനകത്ത് അതാണ് നമ്മൾ ഭയങ്കര സ്കാർസിറ്റി ഓരോ സാധനത്തിൻ്റെ.
ആമോ ആണേലും. ചില ഗെയിമിനകത്തൊക്കെ എന്നാ പറയുന്നത് കിട്ടി അൺലിമിറ്റഡ് പോലെയാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. നമ്മൾ ഓരോ ഉണ്ട വേസ്റ്റ് ചെയ്യുന്നതിനും ഓരോ അതിൻ്റെ നല്ല വാല്യൂ ആണ്. അത് പിസ്റ്റളായാലും. പക്ഷെ രസം കേട്ടോ. തന്നെ ഇത് ബ്രോ ബായ്. ഇതുണ്ടോ അതിൻ്റെ എയിം, അതിൻ്റെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ്റെ ലെഗ്. ആ ബ്രോ 3 2 ഏൽപ്പിക്കാറായി. ആ കാണിച്ചാ 9 ആമോയിട്ടാണ്. ആ ഷോർഗം വെച്ചൊരെണ്ണം കൊടുത്താൽ മതി. ഒരാമ പോയിരുന്നെ പോട്ട്. അപ്പോൾ നമ്മുടെ മിക്സഡ് ഹെർബ് പോയില്ലേ. അതുകൊണ്ട് പിന്നെയും വരുന്നു. കടിക്കല്ലേ, എനിക്ക് വയ്യ. ദേവി തന്നെ കടിക്കല്ലേ. യൂസ് കരോ ബൈ. ബ്രോ ഞാൻ തുറ. ഇനി അങ്ങോട്ട് അങ്ങനെ പോവും. ഇത്ര സൊമ്പികളുടെ ഈടെ കൂടെ കടിച്ചില്ലാണ്ടാക്കും അമ്മാര്. അമ്മാതിരി കടിയാണ് കടിക്കുന്നത്. നമ്മളെ പുറകെ വരുത്തനുണ്ട്. അയ്യോ അവൻ്റെ ഒച്ച അടുത്തോട്ട് വരുന്നു. പേടിയാവുന്നു 3 2 1. ഓക്കെ, ഇനി ഇത് കാര്യമേ ഉള്ളൂ. ഇനി ആമോ ഒരു കിണ്ടിയും വേണ്ട. ചുമ്മാ പോയി നോക്കാം. ഓ രക്ഷപ്പെട്ടാ. ആമോ സേവായി. ഇവിടെ ഇനി എന്നാ സീൻ? ഇത് നമ്മൾ വന്നതല്ലേ. പുറകിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവാം. ഇവിടെ നിന്നല്ല നമുക്കൊരു കട്ടിങ് പ്ലയേഴ്സ് കിട്ടിയ മീൻസ് ചങ്ങലയൊക്കെ മുറിക്കാനുള്ള. ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ ആദ്യം കണ്ട പെണ്ണുമ്പിള്ള വന്നായിരുന്നു. എന്നിട്ട് നമ്മൾ കുറേ ടോക്ക് ചെയ്ത് അപ്പോഴത്തേക്ക് കുറേ സോംബികൾ വന്ന് അവൾ ഓടി, നമ്മൾ ഓടി. ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ അല്ല, ലിയോൺ കെന്നഡി അല്ല, മറ്റേ ഇത്തിരി മുമ്പ് ഒരു പെണ്ണുമ്പിള്ള വന്നില്ലേ, അവളുടെ ക്യാരക്ടറായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അവളുടെ കഥ ഇവൻ്റെ സെയിം അല്ല, പക്ഷെ എന്നാലും വ്യത്യാസം കുറേ കാണുമല്ലോ. ഇവിടെ എനിക്ക് ഒരു കാര്യത്തിനും വരാനുള്ള ഒരു മനസ്സില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ കടന്ന് ആ 3 മെണ്ടാലിയും കൊണ്ടുവെക്കാൻ. ബ്രോ നിങ്ങൾ സോംബി ആവല്ലേ ബ്രോ. ഞാനോർത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ആൻറ്റിഡോട്ട് എടുത്തുകൊണ്ട് പോകുന്നു, ഇവനെ കുത്തി വെച്ച് ഇവനെ രക്ഷപ്പെടുത്തുമായിരിക്കും. പക്ഷേ ബ്രോ നിങ്ങൾ ചാവണ്ട. ഉണ്ട് എൻ്റെ 2 ആമ പോയി. അടുത്ത് നിന്ന് ആ ഹെഡിന് കൊടുത്താൽ മതിയത്. അതെ, എങ്ങനെയായാലും ഇത് തീർക്കും ഞാൻ, അതുറപ്പാ. എന്താണ് ഇവിടെ? മാകാമോ? കൊണ്ടുപോയേക്കാം. വേണോ? ഫ്യൂസ് ചെയ്യണോ? വേണ്ടല്ലേ, വെറുതെ ആമോ വേസ്റ്റ്. ഇങ്ങനെ പറഞ്ഞായിരിക്കും നമ്മൾ ആമോ വേസ്റ്റ് ആവുമെന്ന് പറഞ്ഞിരിക്കും. ഏറ്റവും ലാസ്റ്റ് ഈ സേവിങ് ആറാൻ തന്നെ നമ്മൾ ചാവുകയും ചെയ്യും. അപ്പോൾ ഗായ്സ്, നമ്മളെന്നാൽ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇപ്പം അടുത്ത എപ്പിസോഡുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, ബായ്.